വളരെ പ്രധാനപ്പെട്ട ചില വിഷയമാണ്. അതായത് MP ആയിരിക്കെ തന്നെ ചിലർ MLA പെൻഷൻ കൈപ്പറ്റി എന്നുള്ളതാണ്. എന്തൊരവസ്ഥയാണല്ലേ? അതെ അതെ. അതായത് ഈ ജനപ്രതിനിധികളായിരിക്കുമ്പോൾ ഒന്ന് MP ആയിരിക്കുമ്പോൾ MPയുടെ പെൻഷൻ മാത്രം, നേരത്തെ MP ആയിരുന്നെങ്കിൽ MPയുടെ പെൻഷൻ മാത്രം പറ്റുക, MLA ആണെങ്കിൽ അത് മാത്രം കൈപ്പറ്റുക. ഇവിടെ സംഭവിച്ചത് പല MLA-മാരും MP-മാരായിട്ടുണ്ട്. MP-മാരായിട്ടിരുന്നവർ പലരും MLA-മാരായി രണ്ട് പെൻഷൻ കൂടെ അങ്ങ് മേടിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട വാർത്ത. MP ആയിരിക്കെ നിയമസഭാംഗങ്ങളുടെ പെൻഷൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൈപ്പറ്റി. രേഖകൾ ജനം TV-ക്ക്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെ പെൻഷൻ ക്രമക്കേടിൽ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ പരാതിയുണ്ടായി. വിവരാവകാശ പ്രവർത്തകൻ മുഹമ്മദ് അഷ്റഫ് സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും ഇക്കാര്യത്തിൽ പരാതി നൽകി. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി തലസ്ഥാനത്തു നിന്നും S. ശാലിനി ചേരുകയാണ്. ശാലിനി, നിയമസഭാ അംഗങ്ങളായിരുന്ന പലരും MP-മാരായി വന്നിട്ടുണ്ട്, തിരികെയും സംഭവിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇരട്ട പെൻഷൻ കൈപ്പറ്റി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ക്രമക്കേട് നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നമുക്കറിയാം അദ്ദേഹം നേരത്തെ ഇവിടെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ MP ആണ്. അപ്പോൾ അദ്ദേഹം MLA പെൻഷൻ കൈപ്പറ്റി എന്നുള്ളതാണ്. ഈ രേഖകളൊക്കെ ജനം TV-ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് KR ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട ഇതേ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ. അതേപോലെ തന്നെ മറ്റ് പല നിയമസഭാ സാമാജികരും ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റി എന്നുള്ള രേഖകൾ പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ശാലിനി? വിനോദ, അതിര, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ഇരട്ട പെൻഷൻ വിവാദം ഇങ്ങനെ നിയമസഭാ സാമാജികർക്ക് മുൻപിൽ നിൽക്കുകയാണ്. അത് വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ KR ഗൗരി, PK ശ്രീമതി ഉൾപ്പെടെയുള്ള പല, സരോജിനി ബാലാനന്ദൻ ഉൾപ്പെടെയുള്ള പലരുടെയും പേരുകളിൽ ഈ പെൻഷൻ വാങ്ങിയതായിട്ടുള്ള രേഖകൾ പുറത്തുവിട്ടത്. പലരുടെയും ഭർത്താക്കന്മാർ MLA ആയിരുന്നു, അവരുടെ പേരിൽ കുടുംബ പെൻഷൻ അടക്കം ഭാര്യമാർ വാങ്ങുന്നു. പലയിടത്തും ഭാര്യമാരില്ലാത്തടത്ത് പെൻഷൻ വാങ്ങുന്നു. ഒരേ MLA രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ 2 പേർ പെൻഷൻ വാങ്ങുന്നു. MLA-മാരാകാത്തവരുടെ മക്കൾ പെൻഷൻ വാങ്ങുന്നു. അങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ, ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിയമസഭാ സാമാജികരുടെ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ജനം TV നൽകിയതാണ്. ഇതിന് പിന്നാലെ അത് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പെൻഷൻ വാങ്ങുന്നുണ്ട്, അതും മുൻ നിയമസഭാ അംഗം എന്ന പേരിൽ, മുൻ MLA എന്ന പേരിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് രേഖകൾ ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത്. RTI രേഖകൾ പ്രകാരം ലഭ്യമായിട്ടുള്ള രേഖകളിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചതായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 250-ലധികം പേരാണ് ഇപ്പോഴും ഈ പെൻഷൻ വാങ്ങുന്നത്. കുടുംബ പെൻഷനുണ്ട്, ഒപ്പം തന്നെ MLA-മാർ ഭർത്താക്കന്മാരായിട്ടുണ്ടായിരുന്നവരുടെ ഭാര്യമാർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെപ്റ്റംബർ 30-നകം ഈ നിലവിൽ സാധാരണ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ പെൻഷന്റെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയപരിധി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർ ഒരു ഭാഗത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കുമ്പോഴാണ് VIP ആളുകൾ ഇത്തരത്തിൽ ഇരട്ട പെൻഷൻ വാങ്ങുന്നത് എന്നുള്ളതാണ്. അതിൽ KC വേണുഗോപാലിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, KC വേണുഗോപാൽ 3 ടേമിലാണ് സംസ്ഥാനത്ത് MLA മന്ത്രിയുമായിട്ടൊക്കെ ഇരുന്നത്. അദ്ദേഹം MLA ആയിട്ടിരുന്ന ആദ്യ ടേം എന്നുള്ളത് 1996-2001 കാലഘട്ടമായിരുന്നു. പിന്നീട് രണ്ടാം ടേം 2001 മുതൽ 2006 വരെ സംസ്ഥാനത്ത് MLA ആയിരുന്നു. മൂന്നാം തവണ 2006 മുതൽ 9 വരെ MLA ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ പ്രതിനിധിയായി MP ആയി അദ്ദേഹം പോകുകയും ചെയ്തത്. പക്ഷേ കണക്കുകൾ പ്രകാരം ഏകദേശം 28,000 രൂപ അദ്ദേഹത്തിന് MLA പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പറയേണ്ടത് ഈ K. സുധാകരൻ, ഷാഫി പറമ്പിൽ, MP അബ്ദുൾ സമദാനി, ET മുഹമ്മദ് ബഷീർ, K. രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, പിന്നെ കൂടാതെ NK പ്രേമചന്ദ്രൻ, അടൂർ പ്രകാശ്, ഇവരൊക്കെ MLA-മാരായി ഇരുന്ന് MP-മാരായവരാണ്. പക്ഷേ ഇവരൊന്നും ഈ പട്ടികയിലില്ല. പകരം KC വേണുഗോപാൽ മാത്രം ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്, പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നിയമസഭയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകൾ. എന്തായാലും അവിടെ ഓഡിറ്റ് അടക്കമുള്ള നടപടികൾ നടക്കുകയാണ്. അങ്ങനെ അനിയന്ത്രിതമായി അല്ലെങ്കിൽ ഇരട്ട പെൻഷനിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഈ പെൻഷന്റെ പേരിൽ നിന്ന് മാത്രം വഴിമാറി പോകുന്നത് എന്നുള്ളതാണ്. അതിലാണ് കൂടുതൽ സമഗ്ര അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് അഷ്റഫാണ്
നിയമസഭാ സെക്രട്ടറിക്കും ഒപ്പം തന്നെ സ്പീക്കർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖകളടക്കം പരാതി നൽകിയിട്ടുള്ളത്. അടിയന്തര നടപടി വേണം എന്നുള്ളതാണ് അദ്ദേഹം ഈ പരാതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ചർച്ചയാവുകയാണ്. മുൻ MLA-മാർ, മരിച്ചുപോയ MLA-മാർ മാത്രമല്ല, ഇപ്പോൾ ജീവനോടെയുള്ള MP-മാരായിട്ടിരുന്ന ആളുകൾ ഉൾപ്പെടെ ഇരട്ട പെൻഷൻ നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ, വ്യക്തമാണ് ശാലിനി. അതായത് ഇത്തരത്തിൽ ഇരട്ട പെൻഷൻ വാങ്ങുന്നത് വലിയ ക്രമക്കേട് തന്നെയാണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, പപ്പൻ കാഞ്ഞങ്ങാട് ചോദിക്കുന്നു, MP ആയിട്ടും മുഖ്യമന്ത്രി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന KC ഇത്തരം പെൻഷൻ വാങ്ങാതിരുന്നാൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ വിനോദേട്ടാ. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനിരുന്നിരുന്ന ഒരാളാണ്. മറ്റ് പെൻഷൻ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ജീവിച്ചിരിക്കാത്ത പലരുമാണ്. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രമുഖനായ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട രേഖയാണ് പുറത്തു വരുന്നത്.